ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറിയോട്ട് പോവാം. ജേഹൂബ് വന്ന് ഒരു പുതിയ സ്റ്റോറി ടൈറ്റിൽ പുതിയൊരു കഥ അത് നോക്കാം. അഡൽ ലവ് ഒബ്സഷൻ. നമുക്ക് ടൈറ്റിലേക്ക് പോവാം. ഹീറോയിൻ്റെ പേര് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളതാണ്, നല്ല ഭംഗിയുള്ള മുംതാസ് എന്ന പേര്. മുംതു എന്ന് വിളിക്കും. മുംത അവളവിടെ നിന്ന് പോകാൻ തുടങ്ങി. മുംതാക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഫ്ലവർ, എനിക്ക് പിങ്ക് കളർ ഫ്ലവേഴ്സ് വേണം. ഞാൻ ഓർഡർ ചെയ്ത് ഹീറോയി ഞാൻ ജോലി എൻജോയ് ആയിട്ട് പാട്ട് പാടി പോവാം. ഇന്ന് ഞാൻ കണ്ടിട്ട് ജേഹൂബ് പ്രപ്പോസ് ചെയ്തേ പറ്റൂ. എത്ര നാളായി അവനെ കാണുമ്പോൾ എനിക്ക് ബട്ടർഫ്ലൈ ബർക്കാൻ. എൻ്റെ ഈ പ്രപ്പോസ് ചെയ്യാൻ ഹീറോയി ജോലിയായിട്ട് പോവാം. ഫ്രണ്ട് പറഞ്ഞായിരുന്നു ആശ നമുക്ക് ഹീറോയുടെ ഫ്രണ്ടിൽ റോസ് ഒന്നിടാം. റോസ് പറയാൻ തുടങ്ങി. മച്ചി, ഈ റോസ് കൊടുത്തിട്ട് വരുന്ന ശരിയെന്നേ, ഓടിയിരിക്കാം. അങ്ങനെ റോസ് എടുത്ത് ജോലിയായിട്ട് ജേഹൂബ് പ്രപ്പോസ് ചെയ്യാൻ ഹീറോയിൽ ഓടിപ്പോവായിരുന്നു. അങ്ങനെ ജേഹൂബ് ഒരു കുട്ടീനോട് സംസാരിക്കുകയെന്ന് കണ്ടു. ഇത് ഹീറോയ്ക്ക് മനസ്സോടിഞ്ഞു പോയി. അങ്ങനെ ആ കുട്ടി കൂടി ജേഹൂബ് സ്മൈൽ ചെയ്യാൻ പറയാൻ തുടങ്ങി. ഓക്കെ ബേബി, നമുക്ക് മാരേജൊക്കെ ഷോപ്പിംഗ് ഒന്നും ചെയ്യണ്ടേ? മാരേജ് നെക്സ്റ്റ് വീക്ക് നമുക്ക് ഷോപ്പിംഗ് ചെയ്ത് ഇനി കുറച്ച് സാധനമുള്ള ഷോപ്പിംഗ് നമ്മൾ എടുത്തുകൊണ്ട് വരാം എന്ന് പറഞ്ഞു. മിയാക്ക് ഭയങ്കര ഹാപ്പിയായി. ജേഹൂബിൻ്റെ ഫാൻസിയാണ് മിയ പറയാൻ തുടങ്ങി. ജേഹൂബ്, എന്താടി ബേബി, നമുക്ക് മാരേജ് നടക്കാൻ പോകുന്നതാണ്. അത് മുമ്പ് നീ എൻ്റെ മെഡ് സാഡായിട്ടുള്ളത്? ജേഹൂബ്, നമുക്ക് മാരേജ് നടക്കാൻ പോവാം, മാത്രം നമുക്ക് ഷോപ്പിംഗ് പുറത്തു പോയിട്ട് കറങ്ങാൻ ഭയങ്കര ആഹ്ലാദമാണ്. ഹീറോയിൻ നോക്കിയായിരുന്നു. ഹീറോയിൻ്റെ കയ്യിൽ ഒരു ബ്ലാക്ക് ബുക്കായിട്ട് വന്നതായിരുന്നു. ഹീറോയ്ക്ക് മനസ്സോടിഞ്ഞ് ജേഹൂബ് സംസാരിക്കുന്നത് കൊണ്ട് ഹീറോയിൻ സാഡാക്കി എറിഞ്ഞു പോയി ഇടുന്നു. അങ്ങനെ ജേഹൂബ് രാവിലെ മാരേജാണ്. അത് ഹീറോയ്ക്ക് അറിഞ്ഞ് മനസ്സോടിഞ്ഞു പോയി. ഇങ്ങനെ ഫ്രണ്ട് റോസ്റ്റ് കൊടുക്കുക എറിഞ്ഞു പറയാം. മച്ചി, ജേഹൂബ് മാരേജ് നടക്കാൻ പോകുന്ന ആളാണ്. ഹീറോയി പറയുന്നത് സാഡായിട്ട്. നമുക്ക് ഒന്നും കാണാൻ പറ്റില്ലടി, എന്താ ചെയ്യാം? വിഷമിക്കാണ്ട് മച്ചി. അവിടെ ഒരാൾ ജോയിൻ ചെയ്ത് ഹോട്ടലിൽ, എൻ്റെ ഒരു ഫ്രണ്ട്, അവനക്ക് എടി അത് നമുക്ക് കാണാൻ പറ്റില്ലല്ലോ, വിഷമിക്കേണ്ടടി, നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ജേഹൂബയ്ക്ക് മാരേജ് നടക്കാൻ പോകുന്നു. അങ്ങനെ ഹോട്ടലോട് ഇങ്ങനെ പറഞ്ഞിരുന്നു. അങ്ങനെ ഹീറോയിൻ അവിടെ ഹോട്ടലിൽ കുറച്ച് നേരം കുക്കിംഗ് ഫുഡ് ചെയ്യാനുള്ളൂ. അങ്ങനെ ജേഹൂബ് പറഞ്ഞു പാർട്ടി മാരേജ് ഇതുണ്ടാവുന്നു. ഹീറോയിൻ സാഡായി പോയിരുന്നു. ജേഹൂബ് മാരേജ് നടക്കാൻ പോകുന്നുണ്ട്. അങ്ങനെ മാരേജ് നടക്കാൻ പിറ്റേ എല്ലാവരും ഹാപ്പിയായി. ജേഹൂബ് അതിനായിട്ട് മിയ ഭയങ്കര ഹാപ്പിയായിട്ട് ഭയങ്കര ജോലിയായിട്ട് വരാൻ തുടങ്ങി. അങ്ങനെ മിയാക്ക് മാരേജ് നടക്കാൻ പോകുന്നു. അങ്ങനെ മിയാക്ക് ഭയങ്കര സാഡായിരുന്നു. ഞാൻ ജേഹൂബിന് മാരേജ് വെച്ച ജേഹൂബിന് മാരേജ് വെച്ച് ജാക്സൺ എന്ത് ചെയ്യാം? അങ്ങനെയായിട്ട് മാരേജിൽ മിയാനെ എടുത്തുകൊണ്ട് വരുമായിരുന്നു. മിയ അവിടെ ഇങ്ങനെ സ്മെൽ ചെയ്ത് വരുമ്പോൾ മിയ അവിടേക്ക് മയങ്ങി വീണു. അങ്ങനെ മയങ്ങി വീണ് എല്ലാവരും ഒച്ചുണ്ടാക്കി. എന്ത് പറ്റി മിയാക്ക്, എന്ത് പറ്റി? അങ്ങനെ മിയാനെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയി. അങ്ങനെ ജേഹൂബ് അങ്ങനെ പുറത്തുനിന്ന് വെയിറ്റ് ചെയ്യാൻ തുടങ്ങി. ജാക്സൺ ഓടി വന്നിരുന്നു. ജാക്സൺ കുടിക്കുമായിരുന്നു. കുറച്ച് കുടിക്കാൻ ടെൻഷനിലായിരുന്നു. അങ്ങനെ ജാക്സണിക്ക് മാരേജ് നടക്കില്ല എന്ന് സാഡായിരുന്നു. ഞാൻ മിയാനെ ലവ് ചെയ്യാം. അങ്ങനെ മിയാൻ്റെ അച്ഛന് നീ മറിയരുത്, ജേഹൂബ് പിന്നെ മാരേജ് കഴിക്കുമെന്ന് പറഞ്ഞായിരുന്നു. എന്ത് ചെയ്യാനറിയില്ല, മയങ്ങി വീടാൻ ഡോക്ടർ പറഞ്ഞു ഇതെൻ്റെ മാരേജ് എൻ്റെ വൈഫാകാൻ പോകുന്നതാണ്. അങ്ങനെ ജേഹൂബ് മാരേജ് ആണ്, അത് വെഡിങ് ഡ്രസ്സ് മനസ്സിലായി ഒരു ഹസ്ബൻഡ് വൈഫായത്. അങ്ങനെ ഡോക്ടർ ആകത്ത് വന്ന് പറയാൻ തുടങ്ങി നിങ്ങളുടെ വൈഫ് പ്രഗ്നൻറ്റ്. ഇത് ജേഹൂബക്ക് ഷോക്കായി. അതുമാത്രമല്ല ജേഹൂബിൻ്റെ അച്ഛനും അമ്മയ്ക്ക് ഷോക്കായി. എന്ത് പ്രഗ്നൻ്റാണോ? ഇത് കേട്ട ഷോക്കായി പോയി. അതല്ല അവളെ മിയാൻ്റെ അച്ഛനൊക്കെ ഷോക്കായി. ജേഹൂബ് പറയാൻ തുടങ്ങി എങ്ങനെ അവൾ പ്രഗ്നൻ്റായത്? നമുക്ക് രണ്ടൊക്കെ ഒന്നും നടന്നിട്ടില്ല. ജേഹൂബ് പറയുന്നത് കേട്ടു. അതുമാത്രമല്ല ഇത്ര മന്തായി പറഞ്ഞു. ഇത് കേട്ട് ജേഹൂബ് ഷോക്കായി. ജേഹൂബിൻ്റെ അച്ഛനും അമ്മയ്ക്ക് ഷോക്കായി. എന്ത്, എൻ്റെ മകൻ ഇവിടെ ഇല്ലായിരുന്നു? ജേഹൂബിൻ്റെ അച്ഛനമ്മ പറയാൻ തുടങ്ങി. എൻ്റെ മകൻ ഇവിടെ ഇല്ലായിരുന്നു, അവന് ട്രിപ്പ് പോയിട്ട് ഇപ്പോൾ വന്നതാണ്. ഇപ്പോൾ വന്ന ശേഷം മിലിറ്ററിക്കും ട്രിപ്പൊക്കെ പോയിട്ട് അവൻ വന്നപ്പോൾ ഭയങ്കര ബിസിയായിരുന്നു. മിയാക്ക് ഇപ്പോൾ എൻഗേജ്മെൻറ്റ് പറഞ്ഞാൽ ഇവളെങ്ങനെ പ്രഗ്നൻ്റാവും? ഇങ്ങനെ പറഞ്ഞിട്ട് മിയാൻ്റെ ചില വഴക്ക് പോലെ കഴിഞ്ഞ് അങ്ങനെ മാരേജ് ക്യാൻസലായി. ജേഹൂബക്ക് മാരേജ് ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. അങ്ങനെ ജേഹൂബ് ഭയങ്കര സാഡായിരുന്നു.
മാരേജ് നടക്കാൻ പോകുന്നത് ഒരു ലൈഫ് പാർട്ട് ഞാൻ അക്സെപ്റ്റ് ചെയ്തു. മാത്രം ഇങ്ങനെ നടക്കുമെന്ന് ഞാൻ ഇങ്ങനെ വിശ്വസിച്ചില്ലായിരുന്നു. സാഡായിട്ട് ജേഹൂപ്പ് കുടിക്കാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെ ജേഹു ഭയങ്കര കുടി ബോട്ടിൽ കുടിച്ച് ടെൻഷനായി ജേഹൂപ്പ് എന്ത് ചെയ്യാം കുറച്ച് സാഡായി ജേഹൂപ്പ് കുടിച്ചു. അങ്ങനെ നടന്നു വരുമ്പോൾ റൂം ക്യാൻഡിൽ ഇട്ട് നല്ല റൂം ഫ്ലവർ വെച്ചായിരുന്നു. ഹീറോയിൻ ഭയങ്കര റെഡ് കളർ ഈ ഡ്രസ്സ് കാണും അതിട്ടുകൊണ്ട് ഫ്ലവർ എടുത്തുകൊണ്ട് വരാൻ തുടങ്ങി. ഹീറോയിൻ ജോലിയായി ഫ്ലവർ എടുക്കുന്നത് അവർ റൂം തുറന്നിരുന്ന് ക്യാൻഡിൽസ് എല്ലാം വെച്ചിരുന്നു. ഹീറോയിൻ വരെ ജോളിയും പാട്ട് പാടി വരാൻ തുടങ്ങി. ഹീറോയിൻ ഹലോ റോസ്, ഞാൻ ഫ്ലവേഴ്സ് വെച്ച് റിക്വസ്റ്റ് ചെയ്ത് ഞാനൊരു ഫോട്ടോസ് എടുക്കാൻ പോവാം. മച്ചി ഇത്ര പേര് കഷ്ടപ്പെട്ട് ഫോട്ടോ എന്താ? ഇല്ലടേ മച്ചി, അത് ഫ്ലവർ വെച്ചായിരുന്നു. അതായത് നമ്മളെ ഫ്രണ്ടിക്കാണ്, അവർ എൻ്റെ റൂമിലാണ് റിക്വസ്റ്റ് ചെയ്തത്. മാത്രം അവർ കുറച്ച് ഷൂട്ടിങ് ഡ്രാമ ചെയ്യാൻ പോകുന്നത്. ഹീറോയിൻ്റെ റൂമിൻ്റെ അപ്പുറത്താണ് ഒരു ഷൂട്ടിങ് ചെയ്യാനുണ്ടായിരുന്നു. അതന്നെ ഷോർട്ട് ഫിലിം ചെയ്യുന്നുണ്ടായിരുന്നു. ആ ഫിലിമിലെ ആക്ട്രസ് ഹീറോയിൻ ഒരു ജോലി ചെയ്ത് കൊടുക്കായിരുന്നു. അവർ പറഞ്ഞു, സോറി മാ. എന്ത് പറ്റി അങ്കിൾ? ഇല്ല മന്നി, എനിക്ക് എപ്പിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷൂട്ടിങ് ക്യാൻസലായി മോളെ. ഹീറോയ്ക്ക് കാലടിപ്പട്ടില്ല, അതുകൊണ്ട് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു റോസ് പറയാൻ തുടങ്ങി. എടി എല്ലാം കഷ്ടമായി പോയി. ഹീറോയി ഫോൺ എടുത്തു ബൊക്കെ എടുത്തു അടിപ്പാവി. ഹീറോയ്ക്ക് ടെൻഷനായി. ക്ലീൻ ചെയ്യാൻ പറഞ്ഞു. റോസ് പറയാം, മച്ചി നീ ക്ലീൻ ചെയ്തു, എൻ്റെ ബോയ് ഫ്രണ്ട് വിളിച്ചിട്ടുണ്ട്. അങ്ങനെ റോസ് അവിടെ നിന്ന് ഓടിപ്പോയി. എല്ലാം ഞാൻ ക്ലീൻ ചെയ്യണമായി. ഹീറോയ്ക്ക് സാഡായി പോയി. ഹീറോയിൻ്റെ അങ്കിൾ പറഞ്ഞ അമ്മേൻ്റെ അനിയനാണ്. ഇവിടെ കമ്പനി വെച്ച് ഒരു ഷൂട്ടിങ് ഡ്രാമ ഓരോന്ന് ചെയ്യുന്നതാണ്. അവരുടെ മകന് ഒരു കമ്പനി വെച്ച് റൺ ചെയ്യുക. അതുകൊണ്ട് അച്ഛനും കൂടെ വെച്ചാൽ അങ്ങനെയായിട്ട് അച്ഛൻ വെച്ച് ഒരു കഥ ചെയ്യുന്നു. ശരി, ഹീറോയിൽ പോയിട്ട് റൂം ക്ലീൻ ചെയ്യാനാണ്. ജേഹൂപ്പ് ഒരു റൂം പറഞ്ഞിട്ട് ഈ ഹീറോയുള്ള റൂമൊക്കെ വന്നു. ജേഹൂപ്പ് ഒരുമാതിരിയായിരുന്നു. ജേഹൂപ്പൊക്കെ എന്ത് ചെയ്യുന്ന ജേഹൂപ്പ് അറിയില്ലായിരുന്നു. റൂം അകത്ത് വന്നു ജേഹൂപ്പ്. അങ്ങനെ ജേഹൂപ്പ് വന്നു. ഹീറോയിനെ കണ്ട് ജേഹൂപ്പ് ഒരുമാതിരി